നമ്മുടെ കൈവശമുള്ള പഴയ ഫോട്ടോകളായാലും പുതിയ ഫോട്ടോകളായാലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മനോഹരമായ വീഡിയോ ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. സാധാരണയായിട്ട് ഫോട്ടോ വീഡിയോ ആക്കുന്ന ആപ്ലിക്കേഷന് ലിമിറ്റേഷൻ ഉണ്ട്, പരസ്യങ്ങളുണ്ടാവും, പർച്ചേസ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. എന്നാൽ ഞാൻ പറയുന്ന ആപ്ലിക്കേഷന് യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷനും പരസ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിനായി സഹായിക്കുന്നത് മെറ്റയുടെ AI ആപ്ലിക്കേഷനാണ്. മെറ്റ AI എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലഭിക്കും. ഇനി നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇനി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പെർമിഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ലോഗിനും ഒക്കെ ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആനിമേറ്റഡ് മൈ ഫോട്ടോ എന്ന ഓപ്ഷൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ആനിമേറ്റഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡൺ ബട്ടൺ കൊടുക്കുക. അല്പസമയം കൊണ്ട് തന്നെ ആ ഫോട്ടോ നിങ്ങൾക്ക് ചലിക്കുന്ന വീഡിയോ ആയിട്ട് മറുപടി ആയിട്ട് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്തത് നിങ്ങൾ അത് ആനിമേറ്റഡ് ആകുന്നത് വരെ കാത്തിരിക്കുക. അല്പസമയം കൊണ്ട് തന്നെ അത് ആനിമേഷൻ പൂർത്തിയായിട്ട് ഇതുപോലെ ലഭിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ വലതുഭാഗത്ത് മുകളിൽ 3 ഡോട്ട്സ് കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ സേവ് ബട്ടൺ കിട്ടും. അത് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പുതിയൊരു ചിത്രം ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടതുഭാഗത്തുള്ള 2 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. നമുക്കിപ്പോഴും ന്യൂ ചാറ്റ് എടുക്കുമ്പോഴാണ് ഈ ആനിമേറ്റഡ് മൈ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടാം. പിന്നെ അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഫോട്ടോ ആനിമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളൊരു ഫോട്ടോ ആനിമേഷൻ ചെയ്തിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും അതേ ഫോട്ടോ തന്നെ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് മറ്റൊരു രീതിയിൽ നമുക്ക് ആനിമേഷൻ ചെയ്ത് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ മറ്റൊരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതേ ഫോട്ടോ തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തേത് പോലെയല്ല വേറൊരു രീതിയിൽ എനിക്കത് ആനിമേഷൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആനിമേഷൻ ചെയ്ത ഫോട്ടോയിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്. വോക്കൽ വേണമെങ്കിൽ വോക്കൽ കൊടുക്കാം, മ്യൂസിക് വേണമെങ്കിൽ മ്യൂസിക് കൊടുക്കാം, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അങ്ങനെ നിരവധി ഓപ്ഷൻ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇതുപോലെ ഏത് ഫോട്ടോയും എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ആനിമേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷനും ഇല്ല. ഭാവിയിൽ ചിലപ്പോൾ ലിമിറ്റേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.